പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥ. ആംബുലൻസിൽ നിന്നും ആശുപത്രിക്കുള്ളിലേക്ക് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുപോകാൻ ട്രോളിയില്ല. മക്കള് വേണം നോക്കാൻ ആലോചിച്ച മക്കള് അവിടെ എമർജൻസി ആണ്. ഒരു മിനിറ്റ്, ട്രോളി ഇല്ല. ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ മുന്നേ ഉള്ളിൽ കൊണ്ടുപോയതാണ്, തിരിച്ചു കൊണ്ടുവന്നിട്ട്. അല്ല, ഇത്ര വലിയ ഹോസ്പിറ്റലിൽ നിറയുവാണോ ട്രോളി? ഒന്നല്ലല്ലോ. നമ്മള് ജീവൻ പണയം വെച്ച് ഇത്രയും സേഫായിട്ട് കൊണ്ടുവന്നിട്ട് അവസാനം ട്രോളി ഇല്ല പറഞ്ഞത് ശരിയല്ലല്ലോ. അല്ല, ഒന്നല്ലല്ലോ, 2-3 സ്റ്റോക്ക് വെക്കണം നമ്മള്. അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയ ആംബുലൻസിൽ നിന്നാണ് ഗർഭിണിയെ മാറ്റാൻ സമയമെടുത്തത്. ഏറെ നേരം ആംബുലൻസിന് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നു. മുതലമട കാമ്പ്രത്തിച്ചള്ളയിൽ നിന്നുള്ള കുടുംബത്തിനാണ് ദുരനുഭവമുണ്ടായത്. കാമ്പ്രത്തിച്ചള്ളയിലെ ആംബുലൻസ് ഡ്രൈവർ ഗോപി ഏറെ ശ്രമകരമായി 30 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പാലക്കാട് നഗരത്തിലെ ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ എത്തിച്ചത്. എന്നാൽ ആംബുലൻസിൽ നിന്നും ഗർഭിണിയെ ഇറക്കാൻ ഏറെ സമയമെടുക്കുകയായിരുന്നു. മറ്റൊരു രോഗിക്കായി ട്രോളി പോയിരിക്കുകയാണെന്നായിരുന്നു ആശുപത്രി ജീവനക്കാരുടെ മറുപടി. ആരോഗ്യനില മോശമായ യുവതിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇത്ര നേരമായിട്ട് OP അല്ല പ്രശ്നം, ആളെ ഇറക്കണം. ഇറക്കാത്തതാണ് നമുക്ക്. നിങ്ങളെ ഫയൽ കൊടുക്കും. ഇന്നലെ ഒരു വേദനയ്ക്കായിരുന്നു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. കലൈസെൽവം പറഞ്ഞ ആളാണ് വിളിച്ചത്. ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഉടനെ ആംബുലൻസ് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയ ഭയങ്കര എമർജൻസി ആയിരുന്നു, ഇവിടെ പ്രസവിക്കുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടെ എത്തിയത് ട്രോളി ഇല്ലാന്ന് വളരെ അനാസ്ഥയായിട്ടാണ് പറഞ്ഞത്. ട്രോളി ഇല്ല, ഒരു ട്രോളി ഉള്ളൂ, അത് മുകളിലാണ്, അത് വരട്ടെ എന്ന് പറയുന്നത്. 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജീവനെ പണയം വെച്ച് കൊണ്ടുപോയി ഒരു ജീവൻ നടനോക്കി പോകാതിരിക്കാനാണ് എല്ലാ ആംബുലൻസ് ക്യാപ്റ്റന്മാരും വിചാരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ വളരെ അനാസ്ഥ. അത് അവിടെ മാത്രമല്ല, തൊട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ, ട്രോളില്ല, അതാണ് പരാതി. ജീവനക്കാരില്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. UTV ന്യൂസ്, പാലക്കാട്.